അഹങ്കാരികളാണ് എന്ന ചീത്തപ്പേര് സ്വന്തമാക്കിയ കുറേയേറെ നടിമാർ നമുക്കിടയിലുണ്ട്. പക്ഷെ പലപ്പോഴും ഇവർ ഇത്തരത്തിലുള്ള ചീത്തപ്പേര് സ്വന്തമാക്കാനുണ്ടാക്കിയ കാരണങ്ങൾ വളരെ വിചിത്രമാണ് താനും. അത്തരത്തിൽ ഭയങ്കര അഹങ്കാരിയാണ് എന്ന ചീത്തപ്പേര് സ്വന്തമാക്കിയവരിലെ പ്രമുഖയായ നടിയാണ് പത്മപ്രിയ. പത്മപ്രിയയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുന്നേ ഒരു സിനിമ ഷൂട്ടിങ്ങിനിടെ അവരോട് കയർത്ത് അനാവശ്യമായിട്ട് സംസാരിച്ച സംവിധായകൻ്റെ ചെകിട്ടത്ത് വരെ അടിച്ച ഒരു വ്യക്തിയാണ്. പോയ അവർ സിനിമയിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. പലപ്പോഴും പുരുഷാധിപത്യത്തെ എതിർക്കുക, ഇല്ലെങ്കിൽ സിനിമാ മേഖലയിൽ അവസരങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട് അന്യപുരുഷന്മാരോടൊപ്പം കിടന്ന് കൊടുക്കുക, ഇത്തരത്തിലുള്ള പരിപാടിയൊന്നും പത്മപ്രിയയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിലുപരി അവർ വളരെ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, സ്വന്തമായിട്ട് നിലപാടുകളുണ്ട്, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തുറന്ന് പറയുകയും ചെയ്യും. അതായത് സിനിമയിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണമെന്നോ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നോ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കിടക്കണമെന്നോ ഉള്ള ധാരണയോ തീരുമാനമോ പത്മപ്രിയ എന്ന നടിക്കില്ല. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പലരുടെയും കൂട്ടത്തിൽ കിടന്നു കൊടുക്കാത്തതുകൊണ്ടും തൻ്റെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കടന്നു പിടിക്കുന്നവൻ സംവിധായകനല്ല, ആരാണേലും ചേട്ടത്ത് കൊടുക്കുമെന്ന ഒരു സൂചന കിട്ടിയതുകൊണ്ടും പലർക്കും പത്മപ്രിയ എന്ന നടിയോട് ഭയങ്കര തീർത്ത കലിപ്പാണ്. അതുകൊണ്ടാണ് ഇവർ ഒരു അഹങ്കാരിയായ നടിയാണ് എന്നൊരു ചീത്തപ്പേര് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു നടിയാണ്, ആദ്യകാലങ്ങളിലൊക്കെ കേട്ടിരിക്കുന്ന നടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശോഭന. അപ്പോൾ ശോഭന ഭയങ്കര അഹങ്കാരിയാണ് എന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ശോഭനയെക്കുറിച്ച് പരാമർശങ്ങൾ വന്നത് എന്നതിനെക്കുറിച്ച് പല്ലിശ്ശേരി ഒരിക്കൽ തൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ഭാഗം കഴിയുന്നു, വസ്തു എടുക്കുന്നു, എവിടെയെങ്കിലും പോയിരുന്നു വായിക്കുന്നു. പലപ്പോഴും ശോഭനയെ വളരെ ഗൗരവത്തോട് മാത്രം ശോഭന സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് ശോഭനയ്ക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേര് വന്നത്, അല്ലെങ്കിൽ അവളൊരു ഗുരുത്വമില്ലാത്തവളാണ് എന്ന് ഒരു പ്രശസ്തനായ സംവിധായകൻ തന്നെ ശോഭനയെക്കുറിച്ച് അവിടെ ഇവിടെയും പറഞ്ഞു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പണ്ട് പുറത്തു വന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏതോ സംവിധായകന് ശോഭനയെ മറ്റു ചില കാര്യങ്ങൾക്കായിട്ട് നിർബന്ധിച്ചു വെക്കുന്നു, എന്നാൽ ശോഭന അതൊന്നും വഴിപ്പെട്ടില്ല. അതായത് ശോഭനയെ ശാരീരിക ബന്ധത്തിന് ഉപയോഗിക്കുവാനായിട്ട് സിനിമയിലെ ഏതോ പ്രമുഖനായ സംവിധായകൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അയാളുടെ ശ്രമത്തിനൊന്നും ശോഭനയെ കിട്ടിയില്ല. എന്നാൽ അക്കാലത്ത് ശോഭനയ്ക്ക് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ശോഭന വെച്ച് സിനിമ ചെയ്യേണ്ട ഗതികേട് ഈ വ്യക്തിക്ക് ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശോഭന അവളൊരു അഹങ്കാരിയാണ്, ഗുരുത്വമില്ലാത്തവളാണ് എന്ന തരത്തിൽ ശോഭനയോട് വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ചീത്തപ്പേര് അല്ലെങ്കിൽ ധിക്കാരിയാണ് എന്ന് പറഞ്ഞ് അവർ ഒതുക്കിയാണ് ഉണ്ടായത്. ഇനി അടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് റിമയെ നമുക്കൊക്കെ അറിയാം, ശക്തമായ നിലപാടുണ്ട്, അല്ലെങ്കിൽ അതിജീവിതയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട WCC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും പെറുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് റിമക്ക് അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരിയാണ് എന്നൊരു ഇമേജ് വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ വന്നിരിക്കുന്ന ഒരു ചീത്തപ്പേര് വന്നേക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പാർവതി തിരുവോത്താണ്. പാർവതി തിരുവോത്തിനെ കുറിച്ച് നമുക്കറിയാം, തന്നെ പലരും സിനിമ മേഖലയിൽ വെച്ച് ബലാത്സംഗം ഒരാൾ ചെയ്തിട്ടുണ്ട്. അതികഠിനമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയതെന്ന് പറയും. ഇനിയും ഇത്തരം സ്ത്രീകൾക്ക്, സിനിമയിൽ വരുന്ന ഒരു സ്ത്രീകൾക്കും സമാനമായ അനുഭവം ഉണ്ടാകരുതെന്നും പലപ്പോഴും ആളുകളോടൊത്ത് സഹകരിക്കാൻ ടെലിയിൽ കിടന്നു കൊടുക്കാനിട്ട് തനിക്ക് സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുകയും സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായിട്ട് പോരാടുക എന്ന നിലപാട് വെച്ച് പുലർത്തുന്നതുകൊണ്ട്, സ്വന്തം അഭിപ്രായമുള്ളതുകൊണ്ടും പാർവതി തിരുവോത്തും ഒരു അഹങ്കാരിയായിട്ടാണ്, നടിയായിട്ടാണ് പലരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സിനിമയിൽ അവസരങ്ങൾ അടുത്ത കാലത്തായിട്ട് വളരെയേറെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ജയഭാരതി. ജയഭാരതി വലിയ അഹങ്കാരിയാണ് എന്നുള്ള പരാമർശമൊക്കെ അക്കാലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കകാലത്ത് ഇവർ സിനിമയിൽ വന്നുവെങ്കിലും ഇവർക്ക് ഹരിപ്പോത്തൻ എന്ന വ്യക്തിയുമായിട്ടുള്ള അതിരുകടന്ന ബന്ധം, അദ്ദേഹം ജയഭാരതിയുടെ ഒരു ഭർത്താവിനെ പോലെയാണ്, ഇവർ രണ്ടുപേരും കൂടെ ഒരു ലിവിങ് ടുഗദർ റിലേഷനാണ് ജീവിച്ചിരുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഒരുപാടിടത്തും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏതോ ഒരു സിനിമയിൽ വെച്ച് ജയഭാരതിക്ക് കൊടുത്ത അണ്ടർ സ്കർട്ടിന് കനം കുറവാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല, ജയഭാരതി ഉദ്ദേശിക്കുന്ന പാവാട ധരിച്ചുകൊണ്ട് മാത്രമേ ആ സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ശ്രീകുമാരൻ തമ്പിയുടെ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം. അപ്പോൾ ഞാൻ പറയുന്ന കോസ്റ്റ്യൂമേ നീ ധരിക്കുകയുള്ളൂ എന്ന തരത്തിൽ അദ്ദേഹം കടുംപിടുത്തം പിടിച്ചു. എന്തിനേറെ പറയുന്നു, വലിയ പ്രശ്നമായി. അവസാനം ജയഭാരതിയുടെ പങ്കാളിയായ അല്ലെങ്കിൽ കാമുകന് ആയ അല്ലെങ്കിൽ ഗോഡ് ഫാദറായ നമ്മുടെ ഹാരിപ്പോത്തനാണെങ്കിൽ കളത്തിലിറങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകുമാരൻ തമ്പിയെ
ഭീഷണിപ്പെടുത്തുകയും അവർ തമ്മിൽ വലിയ വഴക്കിലെത്തി തിരിച്ചെരിയൊക്കെ ചെയ്തു. ശ്രീകുമാരൻ തമ്പിയുടെ കൈ വെട്ടും കാല് വെട്ടും എന്ന തരത്തിലുള്ള ഗുണ്ടകളെ കൊണ്ടുവരെ ഭീഷണിയുമായിട്ട് വന്നു. അതായത് ഒരു കാലത്ത് ഹരിപോത്തൻ്റെ കാമുകിയായ ജയഭാരതി പറയുന്ന പോലെ ജയഭാരതിയുടെ ഇഷ്ടങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ ഒരേ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ശ്രീവില്ലയുമായിട്ട് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരേ ഇടത്തേക്ക് പോകാൻ ഒരു കാറേ പോകാൻ പറഞ്ഞാൽ പോകല്ല. ജയഭാരതിക്ക് പ്രത്യേകം കാറും ഇതൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ പുള്ളിക്കാരി വരികയുള്ളൂ. അങ്ങനെ ഈ ഹരിപോത്തൻ്റെ പിന്തുണയിൽ സിനിമാ ലോകത്തെ ഒരു കാലത്ത് അടക്കി ഭരിച്ച വലിയ തൻ്റേടിയായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ചീത്തപ്പേര് സ്വന്തമാക്കിയ വ്യക്തിയാണ് നമ്മുടെ ജയഭാരതി. ഇതേപോലെ തന്നെ ചീത്തപ്പേര് സ്വന്തമാക്കിയിരിക്കുന്ന നടിയാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ കാർത്തിക. ഈ കാർത്തികയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നല്ലൊരു നടിയാണ്, അഭിനയശേഷിയുള്ള നടിയാണ്. ഒരു കാലത്തെ മലയാളികളുടെ ഗ്രാമീണ മുഖത്തിൻ്റെ ഒരു നിഷ്കളങ്കതയുടെയൊക്കെ പര്യായമായിട്ട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന നടിയാണ് കാർത്തിക. എന്നാൽ അവർ കമൽഹാസൻ്റെ ഒപ്പമുള്ള ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കമൽഹാസൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം അനുസരിച്ച് നായികയുമായിട്ട് അതിര് കടന്ന് ഇടപെടുക, അവരെ കടന്നു പിടിക്കുക, ചുംബിക്കുക, ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ഈ കമൽഹാസനുണ്ട്. ഇവരുടെ പിതാവാണെങ്കിൽ നല്ലൊരു ഓഫീസറായിരുന്നു. അദ്ദേഹവും കാർത്തികയുടെ അഭിനയിക്കുന്ന ചിത്രങ്ങളിലെല്ലാം ലൊക്കേഷനിൽ പോകുന്ന പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ കമൽഹാസൻ കാർത്തികയെ തൻ്റെ ഏതോ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിക്കുക, ചുംബിക്കാനായിട്ട് ശ്രമിച്ചു. ഇതെനിക്ക് നമ്മുടെ കാർത്തിക് ഇഷ്ടപ്പെട്ടില്ല. കാർത്തിക നൈസായിട്ട് ഇയാൾ തള്ളി മാറ്റി. അത് കമൽഹാസൻ ഇഷ്ടപ്പെട്ടില്ല. കമൽഹാസൻ്റെ ഈഗോ വർക്കൗട്ടായി. പിന്നീട് ആ ചിത്രത്തിൻ്റെ വേറൊരു രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ കാർത്തികയെ തല്ലേണ്ട രംഗത്തെ കമൽഹാസൻ അതികഠിനമായിട്ട് ചെകിട്ട് തടിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പതിയെ കാർത്തികയെ സിനിമാ ലോകം വിടുകയാണ് ഉണ്ടായത്. പക്ഷേ അതായത് കമൽഹാസനെ പോലെയുള്ള ഒന്ന് രണ്ട് വ്യക്തികൾക്ക് അതുപോലെ വേറെ സമ്മാനമായ ദുരനുഭവം കാർത്തിക മലയാള സിനിമയിൽ നിന്ന് നേരിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളുടെയൊക്കെ പ്രത്യേക ഇഷ്ടങ്ങൾക്ക് നിന്നു കൊടുക്കാത്തതുകൊണ്ട് ഇവളും ഒരു അഹങ്കാരിയാണ്, ഒന്നിനും കിട്ടത്തില്ലാത്തവളാണ് എന്ന ചീത്തപ്പേര് നടി കാർത്തികയ്ക്കും സ്വന്തമായിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്ന വേറൊരു വ്യക്തി എന്ന് പറയുന്നത് അഹങ്കാരിയും തൻ്റെടിയും ഒക്കെയാണെന്ന് എക്കാലത്തെയും ആളുകൾ വാഴ്ത്തിപ്പാടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സീമ. സീമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ്. തനിക്ക് പറയാനുള്ള ഐ.വി. ശശി ഉൾപ്പെടെയുള്ള വ്യക്തിയെ പോലും തൻ്റെ ചൂണ്ടുവിരലിൽ നിർത്താൻ മാത്രം തൻ്റെ ഇടം കാണിച്ച, അല്ലെങ്കിൽ സിനിമ ലോകത്തെ അത്യാവശ്യം തൻ്റെടിയാണ്, ആരോടും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അന്നും ഇന്നും സീമ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സീമയുടെ ജന്മനുള്ള ഒരു സ്വഭാവമാണ്. അവരെ ആർക്കും പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല. ശരി, അതുപോലെ പലപ്പോഴും വളരെ മോശമായിട്ട് മറ്റു പല വ്യക്തികളോടും പെരുമാറുന്ന ആളുകൾ, ഇല്ലെങ്കിൽ പണ്ട് കാലത്ത് ഒരു പത്രപ്രവർത്തകൻ്റെ തന്നെ മോശപ്പെട്ട വാർത്തകൾ പ്രചരിച്ചതിന് ഒരു പത്രപ്രവർത്തകൻ്റെ ചെകിട്ടത്തടിച്ച പാരമ്പര്യം വരെ സീമയ്ക്കുണ്ട്. അതൊക്കെ വലിയ വിവാദമായിട്ട് മാറിയ കാര്യമാണ്. അപ്പോൾ സീമയും പലരും നല്ല ഒരു തൻ്റെടിയാണ്, അല്ലെങ്കിൽ അഹങ്കാരിയായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ അഹങ്കാരികളാകുന്ന നിലപാടുകൾ ഉള്ളത് ഈ നടിമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ അനുഗ്രഹമാണ്. കാരണം ഇവരോടൊക്കെ അനാവശ്യമായിട്ടുള്ള തരത്തിലുള്ള വർത്തമാനം പറയാൻ പോവുക, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കളിയാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ മോശക്കാരാക്കുന്ന സമീപനം പുലർത്തുക, ഇങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ ഇവർ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കുന്ന വ്യക്തികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെ ഒരു ചീത്തപ്പേര് നടിയേക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മറ്റാരുമല്ല, നമ്മുടെ എക്കാലത്തെ സുരസുന്ദരിയായ സിൽക്ക് സ്മിതയെ സംബന്ധിച്ചിടത്തോളം തമിഴ് സിനിമയിലും മറ്റു പലയിടത്തുമൊക്കെ അവർ ആൾ വളരെ സിമ്പിളാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായെങ്കിൽ നിസ്സാരപ്പെട്ട കാര്യത്തിന്, അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം അവർ ഉദ്ദേശിച്ച സമയത്ത് കിട്ടാത്തതിന് മണിക്കൂറുകളോളം ഷൂട്ടിംഗ് വരെ നിർത്തിച്ചു വെച്ചു എന്ന തരത്തിലുള്ള പറച്ചിലുകളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ആവശ്യങ്ങളും കാണും, അവരുടെ ഭാഗത്ത് ന്യായം കാണും. എന്തായാലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടപെട്ടില്ല സിൽക്ക് സ്മിത. അതായത് നിർമ്മാതാക്കളോട് ബാക്കിയുള്ള ആളുകളോടൊക്കെ നന്നായിട്ട് ഇടപെടുമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്തതായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായാലും യാതൊരു മയവും കൂടാതെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു സിൽക്ക് സ്മിത. ആ ഒരു അനുഭവത്തെക്കുറിച്ച് പണ്ട് നമ്മുടെ ഷക്കീലയും പറഞ്ഞിട്ടുണ്ട്. അവർ അഭിനയിക്കാൻ ചെല്ലുന്ന തുടക്കകാലത്ത് സിൽക്ക് സ്മിത കടന്നു വരുമ്പോൾ എല്ലാവരും എണീറ്റ് നിന്നു. ഇവളും നമ്മുടെ ഷക്കീലിക്ക് ഇതാരാണ്, സിൽക്ക് സ്മിതയെക്കുറിച്ച് അത്ര വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുന്നോടെ ഒന്നും എണീറ്റില്ല. പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ സമയവും സാഹചര്യവും നോക്കിയിരുന്നിട്ട് നമ്മുടെ സിൽക്ക് സ്മിത ഷക്കീലയുടെ ചെകിട്ടത്ത് പൊട്ടിച്ചെന്നും കണ്ണിക്കൂടെ പൊന്നീച്ച വരുന്നെന്നും താൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയെന്നും ഷക്കീല തന്നെ തൻ്റെ ഒരു അനുഭവത്തിൽ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള നടിമാരൊക്കെയാണ് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ധിക്കാരികളും അഹങ്കാരികളും തൻ്റെടികളുമായ നടിമാർ.